ഒരു കപ്പൽ യാത്രയിൽ കാറ്റിൻ്റെ ദിശ മാറ്റാൻ നാവികനാകില്ല. എന്നാൽ പായകൾ കൃത്യമായി ക്രമീകരിച്ചാൽ ആ കാറ്റിനെ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള ഇന്ധനമാക്കി മാറ്റാൻ അയാൾക്ക് സാധിക്കും. ദൈവത്തിന് ഇപ്രകാരം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വീശുന്ന പരാജയത്തിൻ്റെയോ രോഗത്തിൻ്റെയോ കാറ്റുകളെ തടയാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ വിശ്വാസമാകുന്ന പായകൾ ശരിയായി ക്രമീകരിച്ചാൽ ആ പ്രതിസന്ധികളെ മറികടക്കാൻ ദൈവം നമ്മെ സഹായിക്കും. പ്രതിസന്ധികൾ നമ്മെ തകർക്കാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ദൈവിക ശക്തിയെ പുറത്തു കൊണ്ടുവരുവാനാണ് വരുന്നത്. കാറ്റിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് പായകൾ ക്രമീകരിക്കുന്നതാണ്. സാഹചര്യങ്ങൾ എപ്പോഴും നമുക്ക് അനുകൂലമാകണമെന്നില്ല. എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം ഏത് പ്രതികൂല സാഹചര്യത്തെയും നമുക്ക് അനുകൂലമാക്കി മാറ്റും. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ നിയന്ത്രിക്കാൻ ശ്രമിച്ച് സമയം കളയുന്നതിനേക്കാൾ ദൈവത്തിലുള്ള വിശ്വാസത്താൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നാം പഠിക്കണം. എൻ്റെ ഉപദേശം ഇതാണ്: സാഹചര്യങ്ങളെ പഴി പറയുന്നത് അവസാനിപ്പിക്കുക. ജീവിതത്തിലെ കാറ്റുകൾ പ്രതികൂലമാകുമ്പോൾ തളർന്നു പോകാതെ വിശ്വാസത്തിൻ്റെ പായകൾ ദൈവത്തിന് നേരെ ഉയർത്തുക. അപ്പോൾ ആ കാറ്റുകൾ നിങ്ങളെ തകർക്കുകയില്ല, പകരം നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ ഉയരങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും. ക്രിസ്തു യേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.